നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അനഘേ, സത്യം പറഞ്ഞ നിന്റെ കാര്യം ഓർക്കുമ്പോഴേ ആകെ ഒരു വിഷമം തോന്നുന്നു. നീ ഒരു കാര്യം ചെയ്, ഇനി സ്വസ്ഥായിട്ട് നീ ഉറങ്ങിക്കും. ഓ, നിങ്ങളുടെ പാട്ടും വാചകാടിയും കേട്ട് തന്നെ മനുഷ്യന്റെ ഉറക്കം പോയി. എന്തൊരു കഷ്ടം നോക്കിയത്. ഓക്കെ, ശരി ശരി. ഏട്ട ഇന്ന് വന്നല്ലേ ഉള്ളൂ. ഓഫീസിലേക്ക് ഉടനെ വരും. ശരി, ആയിക്കോട്ടെ. വിളിച്ചതിൽ സന്തോഷം. ഓക്കെ. ഏട്ടൻ വന്നേ അറിഞ്ഞിട്ട് ഓഫീസിൽ നിന്ന് എല്ലാരും വിളിച്ചു ചോദിക്കുക ഏട്ടൻ എന്നാ അങ്ങോട്ട് ചെല്ലുന്നേന്ന്. ഇത്രയും നാളും ബോസിനെ കാണാതിരുന്നല്ലേ, ആ സന്തോഷത്തിൽ വിളിക്കുന്നതായിരിക്കും. ബെസ്റ്റ്. ഇതൊന്നുമല്ല കാര്യം. പിന്നെ ഏട്ടൻ പോകുമ്പോ ഉണ്ടായിരുന്ന സ്റ്റാഫുകളിൽ വളരെ കുറച്ച് ആളുകളെ ഇപ്പോ ഉള്ളൂ. ബാക്കിയൊക്കെ പുതിയ ആൾക്കാരാ. ഏട്ടനെ അറിയാവുന്നവരൊക്കെ പേടിച്ചിട്ടാ വിളിച്ചു ചോദിക്കുന്നേ. പേടിയോ? എന്തിന്? അതെ, നമ്മുടെ നന്ദേട്ടനെ തനിക്ക് ശരിക്കും അറിയാത്തോണ്ടാ കറക്റ്റ് ജോലി ചെയ്യാത്ത ഓഫീസിലെ എല്ലാരെയും പൊളിച്ചെടുക്കുന്ന ആളായിരുന്നു. അത് അവനവന്റെ ജോലി ചെയ്യാത്തോണ്ടല്ലേ. ജോലി ചെയ്തില്ലെങ്കിലേ കുഴപ്പമുള്ളൂ. ജോലി ചെയ്യുന്നവരെ ഏട്ടന് ഭയങ്കര ഇഷ്ടാ. അത്രയ്ക്ക് ചൂടനാണോ നന്ദേട്ടൻ? ഈ പുറമേ കാണുന്ന ആളൊന്നുമല്ല, ഭീകര കക്ഷിയാ. എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടാവുമ്പോ തനിക്കത് മനസ്സിലാവും. ശരി, അപ്പൊ മനസ്സിലാക്കിക്കോളാം. അതെ, എന്താ മാഡത്തിന്റെ ഉദ്ദേശം? ഉദ്ദേശോ? എന്തുദ്ദേശം? ഞാൻ ഉറങ്ങാൻ പോവാ. ഞാനിവിടെ ഉണർന്നിരിക്കുമ്പോഴോ? സച്ചേട്ടൻ കിടന്നുറങ്ങിക്കോ, അപ്പൊ പ്രശ്നം തീർന്നില്ലേ? താണെന്നീറ്റേ. എന്തിനാ? താണെന്നീക്കേ, അപ്പൊ പറയാം. എന്താ സച്ചേട്ടാ? ഇങ്ങോട്ട് എണീക്കടോ. എനിക്ക് ഉറക്കം വരുന്നു. ഇരിക്കും. ഇതെന്താ തന്റെ മുഖം ഇങ്ങനെ ഇരിക്കുന്നേ? പിന്നെ ഉറങ്ങാൻ കിടന്ന് എന്നെ പിടിച്ചെഴുന്നേപ്പിച്ചിട്ട്? കുറെ വർഷങ്ങൾക്ക് ശേഷം എല്ലാവരും ഈ വീട്ടിൽ മനസ്സമാധാനത്തോടെ കിടന്നുറങ്ങുന്ന ദിവസാ. അതിന് കാരണക്കാരിയായി താൻ ഉറങ്ങാൻ പോവാണോ? പിന്നെ നമുക്കിങ്ങനെ വെളുക്കും വരെ ഇരുന്ന് കാര്യങ്ങൾ പറയാം. വെളുക്കുന്നവരെ ഇരുന്ന് കാര്യങ്ങൾ പറയാനോ? എന്ത് കാര്യം പറയാനാ? നമുക്ക് കുറച്ച് റൊമാൻറ്റിക് ഒക്കെ ആവാം. നല്ല ഇരുട്ടുള്ള രാത്രി, എങ്ങും നിശബ്ദത. അവിടെ ഇവിടങ്ങളിലായിട്ട് കുറച്ച് പട്ടികൾ ഓരിയിടുന്നുണ്ട്. നല്ല പാലപ്പൂവിന്റെ മണം. സച്ചേട്ടൻ റൊമാൻറ്റിക് ആയതാണോ ഇപ്പൊ കണ്ടത്? എന്താ തനിക്ക് അങ്ങനെ തോന്നിയില്ലേ? എനിക്ക് തോന്നിയതേ ഏതോ ഹൊറർ സിനിമയുടെ കഥ പറയുന്ന പോലെ. എന്ത്? അത് ശരി, അപ്പോ അങ്ങനെയാണോ? എങ്കിലേ കുറച്ച് മാറ്റി പിടിക്കാം. ഇന്ന് ഈ വീടൊരു സ്വർഗം. കുറെ മാലാകമാര് സന്തോഷിച്ച് താമസിക്കുന്ന സ്വർഗം. അതിലെല്ലാവരുടെയും കാവൽ മാലാകയായി താനും. ആ മാലാകയെ വഹിച്ചുകൊണ്ട് പോകുന്ന കുതിരയുടെ കുളമ്പടി ശബ്ദം എനിക്ക് കേൾക്കാം. സച്ചേട്ടാ, എന്താ? നേരത്തെ സച്ചേട്ടൻ എന്നോട് ചോദിച്ച ചോദ്യം ഞാൻ തിരിച്ചു ചോദിക്കട്ടെ? എന്താണ് ഉദ്ദേശം? ഉദ്ദേശം താൻ ഇപ്പോഴൊന്നും ഉറങ്ങരുത്. തന്നെ ഒന്ന് റൊമാൻറ്റിക് ആക്കിയെടുത്ത് ഉറക്കം കളയണം, അത്രേ ഉള്ളൂ ഉദ്ദേശം. ആ ഉദ്ദേശം പാളിയ സ്ഥിതിക്ക് നമുക്ക് കിടക്കാം. എന്റെ ഉറക്കം പോവാനും എന്നെ കൂടുതലായി സച്ചേട്ടനിലേക്ക് അടുപ്പിക്കാനും എന്തിനാ ഈ കുതിരയും മാലാഖയൊക്കെ? വെറുതെ ഇങ്ങനെ എന്നെ തന്നെ നോക്കിയിരുന്ന പോരെ? ഇപ്പൊ എന്റെ ഉറക്കമൊക്കെ പോയി.
എനിക്കറിയാം സച്ചേട്ടന്റെ മനസ്സ് മുഴുവൻ ഇന്ന് സന്തോഷം മാത്രമേ ഉള്ളൂ എന്ന്. അതിന്റെ കാരണക്കാരിയായതിന്റെ സന്തോഷം എന്റെ മനസ്സിൽ നിറയെ. താനിന്ന് ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞ് ഞാൻ ഇനി തന്നെ ബോറടിപ്പിക്കുന്നില്ല. പക്ഷേ ഇന്നൊരു ദിവസമെങ്കിലും എനിക്ക് കുറേ തവണ പറയണം. വേണ്ട സച്ചേട്ടാ, ഞാൻ എന്റെ കുടുംബത്തിന് വേണ്ടി ചെയ്യുന്ന ഒന്നിന്റെ പേരിലും കൂടുതൽ നന്ദി പ്രകടനം ഒന്നും എനിക്കിഷ്ടമല്ല. പ്രത്യേകിച്ച് ഞാനും സച്ചേട്ടനും തമ്മിൽ. നന്ദേട്ടൻ വരുന്ന സന്തോഷത്തിന്റെ ഒപ്പം തന്നെ എന്നെ പൂർണ്ണ സന്തോഷവതിയാക്കിയതേ മറ്റൊരു കാര്യം. എന്നോടുള്ള പിണക്കം മാറ്റി അച്ഛൻ മനസ്സ് തുറന്ന് എന്നോട് സംസാരിച്ചത്. അച്ഛൻ എന്നിൽ നിന്ന് അകന്നു നിന്നപ്പോൾ അത്രയും വിഷമിച്ചതുകൊണ്ടാവും എനിക്ക് ഇപ്പോൾ പ്രത്യേക സന്തോഷം തോന്നുന്നത്. ആ വലിയ മനുഷ്യൻ എന്നോട് ചെയ്തതിനെല്ലാം മാപ്പ് പറഞ്ഞപ്പോൾ ഞാൻ മരിച്ച അവസ്ഥയിലായിപ്പോയി. എനിക്കറിയാം ഞാൻ ചെയ്ത തെറ്റെന്താണെന്ന്. എന്നിട്ടും അച്ഛൻ എന്നോട് ക്ഷമ ചോദിച്ചത്. അത് നന്ദേട്ടൻ വന്ന സന്തോഷം കൊണ്ടാ. എന്റെ ജീവിതത്തിൽ എനിക്കിതൊക്കെ പോരെ സച്ചേട്ടാ. പോരെയെന്ന് ചോദിച്ച ഓരോ അവസ്ഥകളല്ലോടെ ഓരോന്ന് ചെയ്യിക്കുന്നേ. നാളെ ഒരു സമയത്ത് ഇതിനേക്കാളും വലിയ കാര്യങ്ങൾ തന്നെ കൊണ്ട് ചെയ്യാൻ സാധിക്കും. എല്ലാവരുടെയും സന്തോഷത്തിന് കാരണമാവുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. ഇനി ഇതുപോലുള്ള സന്തോഷങ്ങള് നമുക്ക് എല്ലാവർക്കും കൊടുക്കണം. അതെപ്പോഴെന്നറിയോ തനിക്ക്? സന്ദീപനും ആദരിക്കും എനിക്കും തനിക്കൊരു കുഞ്ഞ് ജനിക്കുന്ന ദിവസം. അന്നും ഇതുപോലെ എല്ലാവരും സന്തോഷിക്കും. ഇതുപോലെ അപ്രതീക്ഷിത സംഭവങ്ങളല്ലാത്തോണ്ട് അത് ഒരാഘോഷമാക്കണം നമുക്ക്. ഞാനും താനും അച്ഛനും അമ്മയാവുന്ന ദിവസം. ദേ പറയുമ്പോ തന്നെ രോമാഞ്ചം ഉണ്ടാവുന്നു. ആ അല്ല, ഇതിനൊക്കെ ആയിട്ട് തനിക്ക് എന്താ വേണ്ടത്? താൻ പറ. എനിക്കൊന്നും വേണ്ട സച്ചേട്ടാ. ഈ മുന്നിൽ നിൽക്കുന്ന ആളല്ലേ എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ സമ്മാനം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.